ഇത് പഴയ ദേഷ്യമാണോ പുതിയ ദേഷ്യമാണോ? പണ്ട് കാലത്ത് മനസ്സിൽ സൂക്ഷിക്കുന്ന ദേഷ്യമാണോ? പണ്ട് കാലത്ത് സൂക്ഷിക്കുന്നത്. അപ്പോൾ കുറച്ച് പണിയുണ്ടാവും തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ പേപ്പറിനകത്ത് മോള് അഖില ചേച്ചി ഒന്നും കണ്ട, ആരും കാണണ്ട, ആർക്കും അങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. അങ്കിളിന് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ കാണിച്ചു കൊടുക്കില്ല. ധൈര്യമായിട്ട് മോള് ആ വ്യക്തിയുടെ പേരെഴുതിക്കോ. എന്നിട്ട് അത് മടക്കുക, ഫോൾഡ് ചെയ്യുക. അതാരും കാണില്ല, ഒരാൾ പോലും അറിയില്ല. അവിടെ എഴുതിക്കോളൂ. എഴുതിയിട്ട് ആ മേളത്തെ ഷീറ്റ് കീറിയിട്ട് മടക്കി വെച്ചാൽ മതി. മോളെ ഇതൊക്കെ ലോകത്തിലുള്ള മലയാളികൾ മുഴുവൻ കാണുന്ന പരിപാടികളാണ്. പക്ഷെ നമ്മൾ ഡിക്ലെയർ ചെയ്യില്ല, ഒരു പേടിയും പേടിക്കണ്ട മോളെ. അങ്കിളല്ലേ പറയുന്നത്. മടക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടോ, നന്നായിട്ട് മടക്കിയിട്ട് വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഈ എൻവലപ്പിനകത്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൾബ് കൂടി ഇതിനകത്തേക്ക് ഇടുന്നു. റൈറ്റ്, ഇനി നമുക്ക് ഈ എൻവലപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. മോളിപ്പോൾ ക്ലിപ്പിട്ടിട്ടുണ്ട്, മോൾ എഴുതിയിട്ട പേര് അതിനകത്ത് ഉണ്ട്, അതുപോലെ തന്നെ ബൾബും ഉണ്ട് അല്ലേ. ഇനി മോൾ ഈ അറ്റത്ത് പിടിച്ചോളൂ. റൈറ്റ്, ഓക്കെ. ഇനി തമ്പ് ഇങ്ങനെ വെക്കുക, കുറച്ചുകൂടി ഹൈറ്റിൽ. റൈറ്റ്, ഇത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കാണിക്കുന്ന മാജിക്കാണ്. സോ ആദ്യം മോൾ ചെയ്യേണ്ടത്, മോളുടെ മനസ്സിൽ ആരോടാണോ വിദ്വേഷമുള്ളത്, അമർഷമുള്ളത്, ദേഷ്യമുള്ളത്, ആ ആളുടെ രൂപം, ഭാവം ഒക്കെ മനസ്സിൽ വിചാരിക്കുക. ഇത് പഴയ കാര്യമാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മനസ്സിനെ പഴയ ലോകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അന്ന് ആ അമർഷം ഉണ്ടാവാനുള്ള റീസൺ എന്താണോ ആ റീസണെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ആ റീസൺ, അന്നുണ്ടായ സംഘർഷം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് മാക്സിമം കൊണ്ടുവന്ന് അതിൻ്റെ പീക്കിലെത്തുന്ന സമയത്ത് മോൾക്ക് അങ്കിളിൻ്റെ വിരലിൽ തൊടാം. അതേ സംഘർഷം കേട്ടോ, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, അത് മാത്രം. കണ്ണ് തുറന്നോളൂ. എന്നിട്ട് എപ്പോഴാണോ അത് പീക്കിലെത്തുന്നത് ആ സമയത്ത് അങ്കിളുടെ വിരലിൽ തൊടാം. കണ്ടോ? എന്താ കാരണം എന്നറിയാമോ? ബൾബ് പൊട്ടിച്ചിതറി. എന്താ കാരണം? ആ അമർഷം മുഴുവനായിട്ട് ഈ ബൾബ് ഏറ്റെടുത്തു എന്നർഷം. ഈ പേരിലേക്ക് ആ അമർഷം മുഴുവൻ വന്നു. ക്ലിയർ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ശ്വേത ചെയ്യേണ്ടതുണ്ട്. കണ്ണടയ്ക്കുക. അങ്കിള് 6 നിന്ന് താഴോട്ട് എണ്ണുന്ന സമയത്ത് മനസ്സിൽ നിന്നും ആ അമർഷം പതുക്കെ 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 മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഓൾറൈറ്റ്, 6 5 കുറഞ്ഞു വരണം കേട്ടോ. 4 3 2 1 0. ഇപ്പൊ ഉണ്ടോ അമർഷം? മനസ്സിലായി? ഇല്ല. ഇതിനാണ് കയ്യടി കൊടുക്കേണ്ടത്, പ്ലീസ്. അപ്പൊ എപ്പോഴും ശ്വേത ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് എപ്പോഴാണോ ദേഷ്യം വരുന്നത് അത് ശ്വേതയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരോഹണ ക്രമത്തിലായിരിക്കണം അല്ലേ? ഓക്കെ. സ്നേഹം വരുന്ന സമയത്ത് ആരോഹണ ക്രമത്തിലായിരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗോപിയേട്ടാ. ഈ പെർഫോമൻസിന് ശ്വേതയ്ക്ക് എത്ര കിട്ടുന്നു?